ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാസ്നി. ഇന്ന് എൻ്റെ ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. മാത്രമല്ല ഇത് നമുക്ക് ജർമ്മനിയിലുള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസും കൂടിയാണ്. എസ്പെഷ്യലി സ്റ്റുട്ട്ഗാർട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ. പ്ലേസ് എവിടെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് ആക്ച്വലി എത്ര മിനിറ്റ് ട്രെയിനിലുണ്ടെന്ന് അറിയോ? 5 മണിക്കൂർ അടുത്ത് ട്രെയിനിലുണ്ട്. പക്ഷെ സ്റ്റുട്ട്ഗാർട്ടിൽ നമ്മൾ പോവാണെങ്കിൽ 2.5 മണിക്കൂർ അടുത്തുണ്ട്. സ്റ്റുട്ട്ഗാർട്ടിന് ഞാൻ നേരെ കയറി ഐസിയിലായിരുന്നു. ഐസിയിൽ നമുക്ക് DBയുടെ ടിക്കറ്റ് വെച്ച് കയറാം. അപ്പം ഞാൻ മെക്ഡിന്ന് ബർഗറും ഒരു കോളയും മേടിച്ചിട്ട് നേരെ കയറി. ഇവിടുത്തെ IC ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരത് പോലെ സ്പീഡിൽ പോകുന്നതാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. പക്ഷെ എനിക്ക് ഇത് അത്ര സ്പീഡിൽ പോകുന്നതായിട്ടൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ DBയുടെ ടിക്കറ്റ് വെച്ച് കയറിയോണ്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ DBയുടെ ടിക്കറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡിലെ ട്രെയിനിലും കയറിയിരിക്കുന്നത്. നമുക്ക് ഒരു കൺട്രിയുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വരെ DBയുടെ ട്രെയിൻ വെച്ചിട്ട് വരാം, DBയുടെ ടിക്കറ്റ് വെച്ചിട്ട് വരാം. സ്വിറ്റ്സർലാൻഡിന്റെ ഭംഗി എന്താണെന്ന് അറിയണോ? ഇത് ഈ ബാക്കിൽ കാണുന്ന വീടുകളൊക്കെ കണ്ടോ? ഇതൊക്കെ ഈ പുഴനോട് ചേർന്നിട്ടുള്ള, ഈ റിവറിനോട് ചേർന്നിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിന്റെ കളർ ഉണ്ടല്ലോ, ഒരു ക്രിസ്റ്റൽ കളറാണ്. ഇവരുടെ വീട്ടിന്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇതിനകത്തേക്ക് സ്റ്റെപ്പ് ഉണ്ട്. നല്ല വൈബായിരിക്കും അതിന്റെ വൈകുന്നേരം അവിടെ പോയിരിക്കാനായിട്ട്. നമുക്ക് ഇത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളം നിങ്ങൾക്കത് വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര അടിപൊളി ഫീലാണ്. മീൻസ് ചെറിയൊരു തണവും. പിന്നെ ഈ കാണുന്ന വഴി കൂടെ ഒരു 25 മിനിറ്റ്സ് നടന്നാലാണ് നമ്മുടെ റൈൻഫാളിലേക്ക് എത്തുക. ഇതിൽ കൂടെ നടക്കാൻ നല്ല ഇമ്പ, കാരണം ചെറിയൊരു തണുത്ത കാറ്റും നല്ല വ്യൂവും അടിപൊളിയാണ്. 25 മിനിറ്റ് നടക്കണം. നോക്കാം, അവിടെ തിരുമാക്കി കാണാം. ഇവരുടെ വീടിന്റെ ഗാർഡൻ ഒക്കെ നോക്ക്. ഓ മൈ ഗോഡ്, അതും ഇതിന്റെ തൊട്ട് സൈഡിലെ വ്യൂ. ഓ സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഈ വെള്ളം എത്ര ക്ലിയറിലാണ് കാണുന്നത് നോക്കി. എത്ര ആഴത്തിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ക്ലിയറിലാണ് കാണുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അതിരപ്പള്ളി പോലത്തെ വഴിയിലൊക്കെ ആയി. അതേപോലെ അതിരപ്പള്ളിക്ക് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോലെ അതേപോലെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോകാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വ്യൂ വ്യത്യാസമായിരുന്നു. പക്ഷെ നടക്കാനുള്ളതൊക്കെ അതിരപ്പള്ളി നടക്കാനുള്ള പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. വെറുതെ എൻ്റെ ഒരു കുത്തിക്കഴപ്പ്. 4 യൂറോ വെറും നഷ്ടം. സാരമില്ല, പോട്ടെ. ഐസ്ക്രീം മൂഞ്ചി വിഷമത്തിൽ നടക്കുമ്പോഴാണ് മേലറിന് താഴത്തോട്ട് നോക്കിയപ്പോൾ പെട വ്യൂ കണ്ടത്. ഓ മൈ ഗോഡ്, ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോഴോ ആ ഒരു വെള്ളം തെറിക്കുമ്പോഴുള്ള ഫീലും വെള്ളത്തിന്റെ കളറൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് കണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും കയറണമെന്ന് വെച്ചാൽ ഞാൻ ബോട്ടിംഗ് എടുത്തു. ഞാനെടുത്ത ബോട്ടുകാർ എന്നെ ഈ കരയിൽ നിന്ന് ആ കരയെ കൊണ്ടെത്തിച്ചു. പക്ഷെ എനിക്ക് വേണ്ടത് ആ ബോട്ട് നിൽക്കുന്ന പോലെ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ പോയി നിൽക്കണമെന്നായിരുന്നു. അങ്ങനെ അതും വീണ്ടും മൂഞ്ചി. റൈൻഫാൾസിന്റെ അടുത്ത് നിന്നിട്ട് ആ തണവൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഇവിടെ കാണുന്ന ടിക്കറ്റ് എടുക്കേണ്ടത് അഡൽട്സിന് 5 യൂറോ ആണ്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഞാൻ ആ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് ഉണ്ടായിരുന്നു, ടിക്കറ്റ് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് വേറെ ഒരാൾ തന്നാണ് ഇത് വെച്ച് വീണ്ടും കയറാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഈ അവർ തന്ന ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ കയറിയത്. ഇവിടെ പോയി നിൽക്കുമ്പോണ്ടല്ലോ, ഈ ഒരു മൂലയിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ വെള്ളം ഇങ്ങനെ വരുന്നതിന്റെ പൊടി വെള്ളം അത് തെറിക്കുമ്പോൾ മൈ ഗോഡ് പൊളി ഫീലായിരുന്നു. ബോട്ടിങ് മൂഞ്ചിയ വിഷമം എന്റെ ഇതിൽ തീർന്നു പോയി. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു നടന്നപ്പോൾ കുറെ ആൾക്കാർ ഗുഹയിൽ ക്യൂ നിൽക്കണം. അവിടെ എന്താന്ന് വിചാരിച്ചാൽ ഞാനും കുറെ നേരം ക്യൂ നിന്നു. പിന്നെയാണ് മനസ്സിലായത് ഗുഹയെന്നും ഇതിന്റെ സൈഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. കുറെ നടന്ന് വിശന്ന് വലഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് ഞാനൊരു ഡോണർ കടയിൽ കയറി ഡോണർ കഴിക്കാൻ വിചാരിച്ചു. അവിടെയാണെങ്കിലും നല്ലൊരു ബക്ലാവയും കണ്ടു, അതും മേടിച്ചു. അതും മൂഞ്ചലായിരുന്നു. എനിക്ക് ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യായിരുന്നു. കയറി ഇറങ്ങി നടന്ന് വയ്യാണ്ടായി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്റെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണെന്ന് എനിക്ക് എടുക്കാനുള്ള മാനസികാവസ്ഥ ഒന്നും ഇല്ല. നടന്ന് വയ്യാണ്ടായി. അപ്പോൾ നല്ല ചൂടുണ്ട്. എന്താ അറിഞ്ഞൂടാ, വെള്ളത്തിന്റെ അടുത്ത് കൂടെ ഇറക്കുമ്പോൾ തണവുണ്ട്, അല്ലാത്തപ്പോൾ ചൂടുണ്ട്. ഇനി ഇവിടുന്ന് കുറെ നേരമായി, ഇപ്പോൾ 4 മണി എന്തോ ഇനി ഇവിടുന്ന് ഇറങ്ങി ബാനോഫി പോയിട്ട് ട്രെയിൻ എടുത്ത് തിരിച്ചു പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ സ്വിറ്റ്സർലാൻഡിലെ എൻ്റെ ഫസ്റ്റത്തെ ഒരു വ്ലോഗ്. Ciao ciao!